എന്താണെന്നല്ലേ ഇബ്നുൽ ജൗസി അടയാളപ്പെടുത്തിയത്? അതാ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ചെല്ലുന്നു. ചെല്ലുമ്പോ ഒരുപാട് ഹാജിമാരുണ്ട്, ഉംറക്കാരുണ്ട്. ഒരുപാട് ആളുകൾ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ആരാധനാനിമഗ്നരായി നിൽക്കുന്നുണ്ട്. അപ്പൊ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഇതിൽ എത്ര പേരെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഹാത്തിഫുൽ യഖൂൽ, ഒരാള് വിളിച്ചു പറയുന്നു, മാലിക് ബിൻ ദീനാർ എത്ര ഹാജിമാരെ അല്ലാഹു സ്വീകരിച്ചു എന്ന് ആലോചിച്ച് കിടക്കുകയാണ്. എന്നാൽ അല്ലാഹു തആല എല്ലാ ഹാജിമാരെയും സ്വീകരിച്ചു, ഒരാളെ ഒഴികെ. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുകയാണ്, അത് ഞാനാണോ എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാത്രിയായി കിടന്നുറങ്ങിയപ്പോൾ അതാ ഒരാള് വിളിച്ചു പറയുന്നു, മാലിക് ബിൻ ദീനാറേ, എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചു, ഒരാളെ ഒഴികെ. അയാള് നിങ്ങളല്ല, ഖുറാസാൻകാരനായ മുഹമ്മദ് ബിൻ ഹാറൂനാണ്. ഉടനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഖുറാസാൻകാരുടെ ടെന്റിലേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, നിങ്ങളിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ ആരാണ്? അതേ, മുഹമ്മദ് ബിൻ ഹാറൂൻ വലിയ ആബിദായ മനുഷ്യനാണ്. 40 കൊല്ലമായി ആരാധനയിലാണ്, 40 കൊല്ലമായി നിരന്തരം നോമ്പെടുക്കുന്ന ആളാണ്, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നയാളാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ. നേരെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങൾ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്നയാളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയിട്ട് ചോദിക്കുന്നു, നിങ്ങളാരാണ്? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, മാലിക് ബിൻ ദീനാർ, ഞാൻ മാലിക് ബിൻ ദീനാറാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അൽ ആലിമുൽ സാഹിദ്, ആലിമും സാഹിദുമായ മാലിക് ബിൻ ദീനാറാണോ? ഉടനെ ബഹുമാനപ്പെട്ടവര് മറുപടി പറഞ്ഞു, അൽ ആലിമു അല്ലാഹ് വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ് അന സാഹിദു ലിഫഖരി. അല്ലാഹുവാണ് ഏറ്റവും വലിയ ആലിമ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് സാഹിദായ മനുഷ്യൻ, പരിത്യാഗിയായ മനുഷ്യൻ. കാരണം രാജ്യത്തിന്റെ അധികാരം കിട്ടിയപ്പോഴും കീറപ്പായിൽ കിടന്ന മഹാനാണ്. ഞാൻ പണമില്ലാത്ത ആളായിട്ട് പരിത്യാഗിയായ ആളാണ് എന്ന താഴ്മയുടെ വർത്തമാനം അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലിക് ബിൻ ദീനാർ തങ്ങൾ പരിചയപ്പെടുമ്പോ 40 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നയാളാണ്. 40 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ നോമ്പില്ലാത്ത ദിവസമുള്ളൂ. അങ്ങനെ നോമ്പെടുക്കുന്ന ആളാണ്. 40 കൊല്ലമായി ഹജ്ജ് മുടങ്ങാത്ത ആളാണ്. ഇത് പറഞ്ഞപ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്, പക്ഷേ എനിക്ക് നാണം തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പറഞ്ഞോളൂ, ഉള്ളതെന്താണെന്ന് വെച്ചാൽ. ഉടനെ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ കൊല്ലം ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു പോയി, പക്ഷേ നിങ്ങളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉടനെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങളോട് മുഹമ്മദ് ബിൻ ഹാറൂൻ പറയുകയാണ്, ഈ കഴിഞ്ഞ 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും ഹജ്ജ് കഴിയുമ്പോ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഇവിടെ വരും.
അതത് കാലഘട്ടത്തിൽ സാഹിദായിരിക്കും, ആലിമായിരിക്കും. വന്നിട്ട് എന്നോട് പറയും എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന്. ഞാൻ എത്ര വലിയ ഹതഭാഗ്യനാണ്. മോമിനീങ്ങളെ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? ഈ വിഷയം വളരെ ഹബീബിന്റെ മഹബത്തുള്ള വിഷയം പറഞ്ഞു ദുആന്ന് നമുക്ക് പിരിയാം. അങ്ങ് മേലെ നിൽക്കുന്ന മോമിനീങ്ങളും നമുക്ക് ദുആ ചെയ്യാനുള്ള മജ്ലിസാണല്ലോ. ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹാണല്ലോ പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഒരുപാട് കാലം അവിടുത്തെയുടെ പ്രണയം പറഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്നതാ പറയുന്നു, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും പങ്കെടുക്കുന്ന ആലിമീങ്ങളും സാഹിരീങ്ങളും പറയുന്നത് എന്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടില്ലെന്നാണ്. ഞാൻ എന്തു ചെയ്യാനാണ്? ഉടനെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നു, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല വൻ പാപങ്ങളും ചെയ്തിട്ടുണ്ടോ? അതെ, ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്. അതേതാണ്? ഞാൻ ഒരു ദിവസം കള്ളു കുടിച്ചു നല്ല മത്തനായി, നല്ല ലെവല് തെറ്റിയിട്ട് ഞാൻ വീട്ടിലെത്തി. ശഅബാനിന്റെ അവസാനത്തെ ദിവസമാണ്, പിറ്റേന്ന് റമളാനാണ്. ഞാൻ കള്ളുകുടിച്ച് ലെവല് തെറ്റിയിട്ട് വീട്ടിലെത്തി. എന്റെ വീടിന്റെ കതകു തുറന്നു തന്നത് മൂത്താപ്പയുടെ മകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് അകത്തേക്ക് കടന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, എടാ, എല്ലാ ജനങ്ങൾക്കും നാളെ രാവിലെ റമളാനാണ്, നീ സക്രാനാണോ? നാളെ റമളാന്റെ നോമ്പ് തുടങ്ങാൻ പോവുകയാണ്, നീ കള്ളുകുടിച്ച് ലെവല് തെറ്റിയിട്ടാണോ റമളാനിന്റെ പ്രഭാതത്തെ സ്വീകരിക്കാൻ പോകുന്നത്? അത് പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച ഞാൻ എന്റെ ഉമ്മാനെ പിടിച്ചൊരൊറ്റ തള്ളുകൊടുത്തു. എന്റെ ഉമ്മ അടുപ്പിലെ തീയിലേക്ക് പോയി വീണു. ഇബ്നുൽ ജൗസി ആരാണ്? ഹിജറ 589 വഫാത്തായ ആളാണ്. ചരിത്രങ്ങൾ ഒരുപാട് എഴുതി വെച്ച ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചയാളാണ്. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അടയാളപ്പെടുത്തുന്നു, ഉമ്മാനെ ഞാൻ പിടിച്ചിട്ട് ഒരു തൊള്ളു കൊടുത്തപ്പോൾ അടുപ്പിലേക്ക് പോയി വീണു. ഉമ്മ കത്തിപ്പോയി. ബഹളം കേട്ടപ്പോൾ എന്റെ മൂത്താപ്പയുടെ മകളെന്നെ ഒരു റൂമിലേക്ക് തള്ളിയിട്ടിട്ട് കുത്തിയിട്ട് കളഞ്ഞു. ഏകദേശം പാതിരാത്രിയായപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. അപ്പൊ ഞാൻ വാതിൽ മുട്ടിയിട്ട്, മോളെ കതകു തുറക്കടി എന്ന് പറഞ്ഞു. അവൾ എന്നോട് പിണക്കമുള്ള വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാഹാദിൽ ജഫാ, മാഹാദൽ ജഫാ മാഹാദിൽ ജഫ്വാ, എന്താടി ഇതുവരെ എന്നോട് ഇങ്ങനെ നീ സംസാരിച്ചിട്ടില്ലല്ലോ, എന്തേ നീ ഇപ്പൊ ഇങ്ങനെ കയർത്തു സംസാരിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, എടാ, നീ ലോകത്തെ വലിയ തെറ്റു ചെയ്ത തോന്നിവാസിയാണ്, നിന്റെ ഉമ്മ കത്തി മരിച്ചു പോയില്ലേ? അപ്പോൾ ഞാൻ വീടിന്റെ റൂമിന്റെ വാതിലെ തല്ലിപ്പൊളിച്ച് പുറത്തിറങ്ങി. നോക്കിയപ്പോ ഉമ്മാന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. നേരെ വാതിൽ പടിയിലേക്ക് വന്ന് എന്റെ വലത് കൈ വാതിലിന്റെ കട്ടളയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് എന്റെ കൈയങ്ങ് മുറിച്ചു കളഞ്ഞു. കാരണം ഉമ്മാനെ ആക്രമിച്ച കൈയല്ലേ എന്നുള്ള നിലക്ക് ഞാനതങ്ങ് മുറിച്ചു. എന്റെ കയ്യിൽ 80,000 ദീനാറുണ്ടായിരുന്നു.
ആ ദീനാറ് മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തു. ഞാൻ നേരെ മക്കത്തേക്ക് വന്നു. 40 കൊല്ലമായി ഇതുവരെ ഒരു ഹജ്ജും മുടക്കിയിട്ടില്ല. 40 ദിവസത്തിലൊരിക്കൽ നോമ്പ് തുറക്കുകയല്ലാതെ, അഥവാ നോമ്പില്ലാതിരിക്കുകയല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. കാലിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, കൈ ഇവിടെ ബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടും ഈ കഴിഞ്ഞ 40 കൊല്ലവും അല്ലാഹു എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. എന്നെ അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഇടയ്ക്കുകൂടി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുന്ന ഈ വേദിയിൽ ചെറുപ്പക്കാര് പലരുമുണ്ട്. ഉമ്മമാരോട് അദബ് കെട്ട ഒരൊറ്റ വർത്തമാനവും ഉണ്ടാകാൻ പാടില്ല. ഉമ്മമാര് നിലത്തിട്ട് ചവിട്ടിയാൽ കാലിന്റെ അടിയിലെ പൊടി തട്ടുകയല്ലാതെ അവരോട് പ്രതികരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അവരോട് നല്ല വർത്തമാനം പറയണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന ബോധം വേണം. ഈ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല. നീ വലിയ മുസ്ലിയാരാണെങ്കിലും, വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിലും, വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും, വലിയ ബുദ്ധിജീവിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ഉമ്മയത്ര വിവരമില്ലാത്ത ഗ്രാമീണയാണെങ്കിലും, ബോധമില്ലാത്ത സാധാരണക്കാരിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ചെറുപ്പക്കാരെ, സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളണം. അല്ലാഹു ഇരു ലോകത്തും മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഉമ്മയെങ്കിൽ ആ ഉമ്മാന്റെയും അപ്പുറമുള്ള കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ത ഉമ്മുൻ അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. എന്താണെന്നറിയുമോ? മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, എടാ, നിനക്ക് ദുനിയാവ് മുഴുവനും അങ്ങ് കത്തിച്ചുകൂടായിരുന്നോ? ഉമ്മാനെ അടുപ്പിൽ തള്ളിയിട്ടതെന്തിനാടാ എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞിട്ട് മാലിക് ഇബ്നു ദീനാർ തങ്ങളങ്ങ് നടന്നു. ഈ മനുഷ്യന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. യാ അല്ലാഹ് അനീസി ഇൻദ ഖുർബതി. പടച്ചവനെ, നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് പൊട്ടിക്കരേണ്ടത്? വന്നുപോയി റബ്ബേ, ഇനി രക്ഷയില്ല. എല്ലാരും എന്നെ ഇതാ നിസ്സാരരാക്കിപ്പോയി. ഞാൻ എന്തു ചെയ്യാനാണ് റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് പൊട്ടിയങ്ങ് കരയുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പോയി കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസ്സംസമി വസ്സൽസബീൽ നബിയുന അൽ അമീൻ ഹബീബുന അൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മാലിക് ഇബ്നു ദീനാറിനോട് ചോദിക്കുന്നു, ലിമാദാ തുഖന്നിതുൻ നാസ മിൻ റഹ്മത്തില്ലാഹ്. എന്തിനാ മാലിക് ഇബ്നു ദീനാറെ അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് ജനങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിരാശപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ജനങ്ങളെ ആശമുറിയിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് കേട്ടോ,
അദ്ദേഹത്തോട് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടു.